നമസ്കാരം. STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പാലക്കാട് കഞ്ചിക്കോട് IITയിലെ വിദ്യാർത്ഥിക്ക് പരിക്കേറ്റ സംഭവത്തിൽ അന്വേഷണം ക്യാമ്പസ് കേന്ദ്രീകരിച്ച്. ഗുരുതരമായി പരിക്കേറ്റ അശ്വിനി കണ്ണൻ കോയമ്പത്തൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ. പുറത്തുനിന്ന് എത്തിയവർ ആക്രമിക്കാൻ സാധ്യതയില്ലെന്ന പ്രാഥമിക നിഗമനം. അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിച്ചതായി ജില്ലാ പോലീസ് മേധാവി. കുളപ്പുള്ളി അന്തിമഹാകളഞ്ചേരിയുടെ പുനരുദ്ധാരണ പ്രവർത്തികളിൽ അഴിമതിയും അപാകതയും ആരോപിച്ച് നാട്ടുകാർ രംഗത്ത്. എസ്റ്റിമേറ്റിൽ പറയുന്ന പ്രവർത്തികളല്ല നടക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടി നാട്ടുകാർ പ്രവർത്തികൾ തടഞ്ഞു. റിവൈസ്ഡ് എസ്റ്റിമേറ്റ് തയ്യാറാക്കണമെന്നാവശ്യപ്പെട്ട് നഗരസഭ അധികൃതരെ സമീപിക്കുമെന്ന് നാട്ടുകാർ. ഇപ്പോൾ നടക്കുന്ന പ്രവർത്തികൾ കുളത്തിന്റെ സംരക്ഷണത്തിന് ഗുണകരമാകില്ലെന്നും നിവാസികൾ. മറ്റു സംസ്ഥാനങ്ങളിലെ സർക്കാർ സ്കൂളുകൾ കൂട്ടത്തോടെ പൂട്ടിപ്പോകുമ്പോഴാണ് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം മാതൃകയാകുന്നതെന്ന് മന്ത്രി MB രാജേഷ്. കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് സർക്കാർ വിദ്യാലയങ്ങളുടെ മുഖച്ഛായ മാറ്റാനും അടിസ്ഥാന സൗകര്യ വികസനത്തിനുമായി സർക്കാർ കോടികളാണ് ചെലവഴിച്ചതെന്നും മന്ത്രി. പൊതുവിദ്യാഭ്യാസത്തിലും പൊതുജന ആരോഗ്യത്തിലും കേരളം നേടിയ നേട്ടമാണ് കേരളത്തെ ലോകോത്തരമാക്കിയതെന്നും മന്ത്രി MB രാജേഷ്. ഷൊർണൂർ ഭാരതപ്പുഴയിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തി. പുരുഷന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. കുളിക്കാനെത്തിയ യുവാക്കളാണ് മൃതദേഹം കണ്ടത്. ചെറുതുരുത്തി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. വാർത്തകൾ വിശദമായി. പാലക്കാട് കഞ്ചിക്കോട് IITയിലെ വിദ്യാർത്ഥിക്ക് അജ്ഞാതന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ സംഭവത്തിൽ അന്വേഷണം ക്യാമ്പസ് കേന്ദ്രീകരിച്ച്. ഗുരുതരമായി പരിക്കേറ്റ അശ്വിനി കണ്ണൻ കോയമ്പത്തൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. പുറത്തുനിന്ന് എത്തിയവർ ആക്രമിക്കാൻ സാധ്യതയില്ലെന്നാണ് പ്രാഥമിക നിഗമനം. അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിച്ചതായി SP പറഞ്ഞു. ഇക്കഴിഞ്ഞ 23-ന് രാത്രിയിലാണ് കഞ്ചിക്കോട് IITയിലെ വിദ്യാർത്ഥിനിക്ക് നേരെ ആക്രമണമുണ്ടായത്. ആക്രമണം ആസൂത്രിതമാണെന്ന നിഗമനത്തിലാണ് പോലീസ്. ഡാറ്റാ സയൻസ് എഞ്ചിനീയറിംഗ് 4ാം വർഷ വിദ്യാർത്ഥിനിയും സേലം സ്വദേശിനിയുമായ അശ്വിനി കണ്ണന് നേരെയാണ് ആക്രമണമുണ്ടായത്. കോയമ്പത്തൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള അശ്വിനിക്ക് പ്ലാസ്റ്റിക് സർജറി ഉൾപ്പെടെയുള്ള ശസ്ത്രക്രിയകൾ പൂർത്തിയാക്കി. അശ്വിനി അപകടനില തരണം ചെയ്തതായി ആശുപത്രി അധികൃതർ അറിയിച്ചു. IITയിലെ അക്കാദമിക് ബ്ലോക്കിന് സമീപത്തെ ഡൈനിങ് ഹാളിലേക്ക് നടന്നു പോകുമ്പോഴാണ് അശ്വിനിക്ക് പിറകിൽ നിന്ന് ആക്രമണമുണ്ടായത്. വലതു കണ്ണിനും നെറ്റിക്കും തലയ്ക്കും സാരമായ പരിക്ക് പറ്റിയ അശ്വിനിയെ വാളയാറിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി കോയമ്പത്തൂർ മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിക്കുകയായിരുന്നു. ആക്രമണം നടന്ന സ്ഥലത്ത് CCTV ഇല്ലാത്തത് അന്വേഷണത്തെ ബാധിക്കുന്നുണ്ട്. പുറത്തുനിന്ന് എത്തിയവർ ആക്രമിക്കാൻ സാധ്യതയില്ലെന്നാണ് പ്രാഥമിക നിഗമനം. എവിടെ നിന്ന് ആര് എന്നത് കൂടുതൽ അന്വേഷണത്തിന് ശേഷമേ വ്യക്തമാവൂ എന്നും അന്വേഷണത്തിനായി പ്രത്യേക സംഘത്തെ നിയോഗിച്ചതായും SP V അജിത് കുമാർ പറഞ്ഞു. അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും മാത്രം പ്രവേശനമുള്ള IITയിൽ ആക്രമണമുണ്ടായത് ഭീതിപ്പെടുത്തുന്നതാണെന്നും മുൻപ് ആക്രമണമുണ്ടായപ്പോൾ കരുതൽ സ്വീകരിക്കാത്തതാണ് ഇപ്പോഴത്തെ സംഭവത്തിന് കാരണമെന്നും സുരക്ഷ ശക്തമാക്കണമെന്നുമാണ് വിദ്യാർത്ഥികളുടെ ആവശ്യം. അതേസമയം ആക്രമണ പശ്ചാത്തലത്തിൽ ക്യാമ്പസിൽ കൂടുതൽ CCTV വയ്ക്കാൻ തീരുമാനമായിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കുളപ്പുള്ളി അന്തിമഹാകളഞ്ചേരിയുടെ പുനരുദ്ധാരണ പ്രവർത്തികളിൽ അഴിമതി ആരോപിച്ചും എസ്റ്റിമേറ്റിൽ പറഞ്ഞ പ്രവൃത്തിയല്ല നടക്കുന്നതെന്ന് ആരോപിച്ചും നാട്ടുകാർ രംഗത്തെത്തി. പ്രവർത്തികൾ തടയുകയും ചെയ്തു. റിവൈസ്ഡ് എസ്റ്റിമേറ്റ് തയ്യാറാക്കണമെന്നും ഇപ്പോൾ നടക്കുന്ന പ്രവർത്തികൾ കുളത്തിന്റെ സംരക്ഷണത്തിന് ഗുണകരമാകില്ലെന്നും നാട്ടുകാർ പറയുന്നു. കുളപ്പുള്ളി അന്തിമഹാകളഞ്ചേരിയുടെ പുനരുദ്ധാരണ പ്രവൃത്തികളിൽ അഴിമതിയും അപാകതയും ചൂണ്ടിക്കാട്ടിയാണ് ബുധനാഴ്ച രാവിലെയോടെ നാട്ടുകാർ രംഗത്തെത്തിയത്. ഏതാനും മാസങ്ങൾക്ക് മുൻപ് കുളത്തിന്റെ നവീകരണ പ്രവൃത്തികളുടെ ഉദ്ഘാടനം നടന്നിരുന്നു. എന്നാൽ അന്നു പറഞ്ഞ എസ്റ്റിമേറ്റ് പ്രകാരമുള്ള പ്രവൃത്തികളല്ല ഇപ്പോൾ നടക്കുന്നതെന്നും ഈ രീതിയിൽ പ്രവൃത്തികൾ മുന്നോട്ടു പോയാൽ കുളത്തിൻ്റെ സംരക്ഷണത്തിന് ഗുണകരമാകില്ലെന്നും ചൂണ്ടിക്കാട്ടിയാണ് നാട്ടുകാർ പ്രവൃത്തികൾ തടഞ്ഞത്. കൂടാതെ വിവരം കോൺട്രാക്ടറെ ധരിപ്പിക്കുകയും ചെയ്തു. പ്രദേശത്തെ റോഡിനും അപാകതയുണ്ട്. ഇത് പരിഹരിക്കാനാവശ്യമായ പ്രവൃത്തികളും നടപ്പാക്കേണ്ടതുണ്ട്. എസ്റ്റിമേറ്റ് തയ്യാറാക്കുമ്പോൾ ആ പ്രദേശത്തുകാരെയോ കുളത്തിനെക്കുറിച്ച് അറിയുന്നവരെയോ കൂടിയാലോചന നടത്താതെയാണ് ഇവിടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിരിക്കുന്നതെന്നും ഈ രീതിയിൽ പ്രവൃത്തികൾ മുന്നോട്ടു പോയാൽ കുളത്തിൻ്റെ സംരക്ഷണത്തിന് ഗുണകരമാകില്ലെന്നും നാട്ടുകാരനായ TY ഷിഹാബുദ്ദീൻ പറഞ്ഞു. അന്നേരം ഉദ്ഘാടന സമയത്ത് അധികൃതർ പറഞ്ഞിരുന്ന പ്രവർത്തികളൊന്നും ഇപ്പോൾ വർക്ക് തുടങ്ങിയ സമയത്ത് ആ കോൺട്രാക്ടറുമായി ബന്ധപ്പെട്ടപ്പോൾ അതിൻ്റെ എസ്റ്റിമേറ്റിൽ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സ്വാഭാവികമായും ഇവിടുത്തെ ഈ എസ്റ്റിമേറ്റ് തയ്യാറാക്കുമ്പോൾ ഈ പ്രദേശത്തെക്കുറിച്ചറിയുന്ന, ഈ കുളത്തിനെക്കുറിച്ചറിയുന്ന, ഇവിടുത്തെ വേനൽക്കാലത്തെയും മഴക്കാലത്തെയും ഒക്കെ സാഹചര്യങ്ങളെക്കുറിച്ചറിയുന്ന, ഇതിന് സമീപത്ത് താമസിക്കുന്ന സാങ്കേതിക വൈദഗ്ധ്യമുള്ള ആളുകളുമായിട്ട് കൂടിയാലോചനയോ മറ്റൊന്നും നടത്താതെയാണ് ആ എസ്റ്റിമേറ്റ് തയ്യാറാക്കപ്പെട്ടിരിക്കുന്നത്. ആ എസ്റ്റിമേറ്റ് പ്രകാരം ഇവിടെ പ്രവൃത്തി നടത്തിയാൽ അത് ഈ കുളത്തിൻ്റെ സംരക്ഷണത്തിന് ഗുണകരമാവില്ല എന്ന ഉറച്ച ബോധ്യത്തോടു കൂടി ഈ പ്രദേശത്തെ ആളുകൾ ആ ഒരു പ്രവൃത്തിയെ തടയുകയും പ്രവൃത്തി നടത്തുന്നത് ശരിയല്ല എന്നും ഇതിൻ്റെ എസ്റ്റിമേറ്റ് റിവൈസ് ചെയ്യണമെന്നൊരു ആവശ്യം ഉന്നയിക്കുകയും ചെയ്തു. ഇപ്പോൾ പ്രവൃത്തികൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. റിവൈസ്ഡ് എസ്റ്റിമേറ്റ്
തയ്യാറാക്കണമെന്നാവശ്യപ്പെട്ട് നഗരസഭ അധികാരികളെ കാണാനും നാട്ടുകാർ തീരുമാനിച്ചിട്ടുണ്ട്. ഇന്ന് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും നഗരസഭാ അധികൃതർ ആരും തന്നെ സ്ഥലത്തെത്താതിരുന്നത് ദൗർഭാഗ്യകരമായി പോയെന്നും നാട്ടുകാർ പറയുന്നു. എത്രയും വേഗം വിഷയത്തിൽ ഇടപെട്ട് നിലവിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. ന്യൂസ് സെന്റർ ഷൊർണൂർ. മറ്റ് സംസ്ഥാനങ്ങളിലെ സർക്കാർ സ്കൂളുകൾ കൂട്ടത്തോടെ പൂട്ടിപ്പോകുമ്പോഴാണ് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം മാതൃകയാകുന്നതെന്ന് മന്ത്രി എം രാജേഷ്. കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് സർക്കാർ വിദ്യാലയങ്ങളുടെ മുഖച്ഛായ മാറ്റാനും അടിസ്ഥാന സൗകര്യത്തിനുമായി സർക്കാർ കോടികളാണ് ചെലവഴിച്ചതെന്നും മന്ത്രി പറഞ്ഞു. പൊതുവിദ്യാഭ്യാസത്തിലും പൊതുജന ആരോഗ്യത്തിലും കേരളം നേടിയ നേട്ടമാണ് കേരളത്തെ ലോകോത്തരമാക്കിയതെന്നും മന്ത്രി എം രാജേഷ് കൂട്ടിച്ചേർത്തു. പാലക്കാട് PMG ഹയർ സെക്കൻഡറി വിദ്യാലയത്തിൽ നിർമ്മിച്ച 12 ക്ലാസ് മുറികളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അടിസ്ഥാന സൗകര്യ പരിമിതികൾക്കിടയിലും PMG സ്കൂൾ മികച്ച റിസൾട്ടാണ് നൽകുന്നത്. പുതിയ ക്ലാസ് മുറികൾ വിദ്യാലയത്തിന് ഏറെ ഉപകാരപ്പെടും. പൊതുവിദ്യാഭ്യാസത്തിലും പൊതുജന ആരോഗ്യത്തിലും കേരളം നേടിയ നേട്ടമാണ് കേരളത്തെ ലോകോത്തരമാക്കിയത്. കേരളത്തിൻ്റെ വികസനത്തിന് കിഫ്ബി നിർണായകമാണ്. ആ നിലയ്ക്ക് കിഫ്ബിയും കേരള മാതൃകയാണെന്നും മന്ത്രി പറഞ്ഞു. ഇത് ഒരു കേരള മാതൃകയാണ്. നേരത്തെ ലാഭകരമല്ല എന്ന് പറഞ്ഞ് കേരളത്തിലും സ്കൂൾ അടച്ചുപൂട്ടാനുള്ള നീക്കം ഉണ്ടായിരുന്നുവെന്ന് നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാവും. ഇന്ത്യയിലെ മിക്ക സംസ്ഥാനങ്ങളിലും ഇപ്പോഴും സർക്കാർ സ്കൂളുകൾ കൂട്ടത്തോടെ അടച്ചുപൂട്ടുന്നതിൻ്റെ വാർത്തകൾ വരികയാണ്. 2 ആഴ്ച മുമ്പാണ് ഒരു സംസ്ഥാനത്ത് 1000-ലേറെ സ്കൂളുകൾ പൂട്ടിയതായി പാർലമെന്റിൽ മറുപടി കൊടുത്തത് പത്രങ്ങളിലെല്ലാം നാം വായിച്ചത്. അപ്പോൾ കൂട്ടത്തോടെ സർക്കാർ സ്കൂൾ അടച്ചുപൂട്ടുന്ന ഒരു കാലത്ത് കേരളത്തിൽ സർക്കാർ സ്കൂളുകളുടെ മുഖച്ഛായ മാറ്റുന്ന അടിസ്ഥാന സൗകര്യ വികസനം നടക്കുന്നു എന്നതിനെയാണ് കേരള മാതൃക, കേരള ബദൽ എന്ന് വിശേഷിപ്പിക്കുന്നത്. നഗരസഭാ ചെയർമാൻ S. സ്മിതേഷ് അധ്യക്ഷത വഹിച്ചു. കൗൺസിലർമാരായ സാജിദ, മിനി കൃഷ്ണകുമാർ, RDO ബയാട്രിക്സ് മറിയ, DDE സലീന ബീവി, DEO ആസിഫ് അലിയാർ, കോർഡിനേറ്റർ കൃഷ്ണകുമാർ, SSA DPO മഹേഷ് കുമാർ, പ്രിൻസിപ്പൽ ഉഷ, HM നിർമ്മല, എഞ്ചിനീയർ ജീന, PTA പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിനോദ് കൈനാട്ട്, MPTA പ്രസിഡന്റ് പ്രിയ, ഗിരി, രമേശ് P, ജയപ്രകാശ് TV എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള ഷൊർണൂർ തടയണയിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തി. ബുധനാഴ്ച ഉച്ചയോടെ കുളിക്കാനെത്തിയ യുവാക്കളാണ് മൃതദേഹം കണ്ടത്. പുരുഷന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. ചെറുതുരുത്തി പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ വികസന സെമിനാർ സംഘടിപ്പിച്ചു. UR പ്രദീപ് MLA ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ വിവിധ പഞ്ചായത്തുകളുടെ പ്രതിനിധികളും വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളും പങ്കെടുത്തു. ഡോക്ടർ KK ഗൗതമിന് വികസന രേഖ നൽകി UR പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ പ്രദേശത്ത് ആവശ്യമായ വികസന പ്രവർത്തനം ആവശ്യമായ നിർദ്ദേശം കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ നിർദ്ദേശത്തെ മുഴുമിക്കാനും സമയബന്ധിതമായി ചെലവഴിക്കാനും കൂടെ ഉണ്ടാവേണ്ടതുണ്ട്. പലപ്പോഴും പദ്ധതി രൂപീകരണ സമയത്ത് പദ്ധതി രൂപീകരണം കഴിഞ്ഞാൽ ഇതിനെ അവസാനം എൻ്റെ പണി കഴിഞ്ഞു എന്ന് പറഞ്ഞ് പോകുന്ന ഒരു രീതിയുണ്ട്. അത് നിർവഹണ ഉദ്യോഗസ്ഥന്മാർ വരെ പല സമയത്തും അവരെ അങ്ങോട്ട് ഓർമ്മപ്പെടുത്തി മാർച്ച് 31 ഇത് ചെലവഴിക്കേണ്ടതല്ലേ എന്ന് പറഞ്ഞ് പലപ്പോഴും ഓർമ്മപ്പെടുത്തുന്ന സ്ഥിതിയുണ്ട്. ആ അർത്ഥത്തിൽ നമുക്കുണ്ടായിക്കൂടാ. ഇത് നമ്മുടെ എല്ലാവരുടെയാണ് ഉത്തരവാദിത്വം. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് P. പ്രശാന്തി അധ്യക്ഷത വഹിച്ചു. ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ PA ബാബു പദ്ധതി വിശദീകരണം നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ സന്ദീപ് കോന്നനാത്ത്, സജിത മുരളി, P. കൃഷ്ണപ്രസാദ്, തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ OS സജി, ബ്ലോക്ക് സ്ഥിരം അധ്യക്ഷന്മാരായ ബീന, ദേവിക രാജേന്ദ്രൻ, R. അശോക് കുമാർ, സ്മിത സുകുമാരൻ, VT ജയന്തി, KM രാധാകൃഷ്ണൻ, PV വിനു, KM ആസീസ്, ജിൻസി ടീച്ചർ, KP ഷാജി, KK ശൈലജ, KA ശ്രുതി തുടങ്ങിയവർ സംസാരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP അനിൽ സ്വാഗതവും ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ആൽഫ്രഡ് സോജൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ചിനക്കത്തൂർ പൂരം തെക്കുമംഗലം ദേശകമ്മിറ്റിയുടെ പൂരോത്സവ പരിപാടികൾക്ക് തുടക്കമായി. ദേശകമ്മിറ്റി പ്രസിഡന്റ് L. പരമേശ്വരൻ ഉദ്ഘാടനം ചെയ്തു. അധികം ദീർഘിപ്പിക്കുന്നില്ല. മുൻകാലങ്ങളിലെ ഈ പ്രസിഡന്റ് പദവി അലങ്കരിച്ച് പ്രസംഗിക്കാൻ കഴിയുന്ന പ്രാവർത്തികമായ വലിയ വേദിയാണ്, വലിയ മഹാന്മാരെ പ്രസംഗിച്ച വേദിയാണ്. ആ വേദിയിലേക്ക് എനിക്ക് പ്രസംഗിക്കാൻ വേണ്ടിയിട്ട് ഈ അവസരം ഈ വർഷം ജനകോത്തരമ്മയുടെ അനുഗ്രഹം കൊണ്ട് ലഭ്യമായതിന് ഞാൻ ഭഗവതിയോടും ഇംഗ്ലീഷപ്പനോടും പ്രാർത്ഥിച്ചിരിക്കുന്നു. വൈസ് പ്രസിഡന്റ് M. രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി V. രാമൻ, ട്രഷറർ CK ഉണ്ണികൃഷ്ണൻ, രക്ഷാധികാരികളായ K. വിശ്വനാഥൻ നായർ, KGS നമ്പൂതിരി, R. നാരായണൻ, MK ഗോപാലകൃഷ്ണൻ, CK ശിവദാസ്, MR രാജേഷ്, ബാലകൃഷ്ണൻ, S. ദുർഗാദാസ്, K. ഹരി, സുനിൽകുമാർ, V. മനോജ്,
സന്തോഷ്, പ്രദീപ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് കേളി, ഓട്ടംതുള്ളൽ, നൃത്തനൃത്യങ്ങൾ എന്നിവ നടന്നു. ബുധനാഴ്ച പ്രശസ്ത സിനിമാ പിന്നണി ഗായിക ലക്ഷ്മി ജയൻ സംഘത്തിൻ്റെ ഗാനമേള, വ്യാഴാഴ്ച വൈകിട്ട് ഗായകൻ നരേഷ് അയ്യർ പ്രകാശ്, ഒളേരി ടീം മ്യൂസിക്, എലിമെൻറ്റ്, 27-ന് കഥകളി, 28-ന് ബാലെ, മാർച്ച് 1-ന് ഇരട്ടത്തായമ്പക, മാർച്ച് 2-ന് പൂരാഘോഷം എന്നിവയാണ് തെക്കുമംഗലം ദേശകമ്മിറ്റികളുടെ പൂരാഘോഷ പരിപാടികൾ. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഷൊർണൂർ പെരിന്തൽമണ്ണ പാതയിൽ SMB ജംഗ്ഷൻ മുതൽ ബസ് സ്റ്റാൻഡ് വഴി പൊതുവാൾ ജംഗ്ഷൻ വരെയുള്ള ഭാഗത്തെ BM&BC വർക്കുകൾ ആരംഭിച്ചു. 25, 26, 27 തീയതികളിലാണ് വർക്കുകൾ. പ്രവർത്തികൾ നടക്കുന്നതിനാൽ ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. ഷൊർണൂർ പെരിന്തൽമണ്ണ റോഡിൽ SMB ജംഗ്ഷൻ മുതൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് വഴി പൊതുവാൾ ജംഗ്ഷൻ വരെയുള്ള ഭാഗത്തെ BM&BC പ്രവൃത്തികളാണ് ബുധനാഴ്ച മുതൽ ആരംഭിച്ചിരിക്കുന്നത്. ഏറെ തകർച്ചയിലായിരുന്നു റോഡ്. ഏകദേശം 2 കിലോമീറ്റർ 700 മീറ്റർ നീളം വരെയാണ് BM&BC പ്രവൃത്തികൾ നടപ്പാക്കുന്നത്. പൊതുമരാമത്ത് വകുപ്പ് നിരത്ത് വിഭാഗം ഷൊർണൂർ സെക്ഷൻ്റെ മേൽനോട്ടത്തിലാണ് പ്രവൃത്തികൾ നടപ്പാക്കുന്നത്. 25, 26, 27 തീയതികളായാണ് പ്രവൃത്തികൾ നടത്തുക. പ്രവൃത്തികൾ നടക്കുന്നതിനാൽ ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. തൃശ്ശൂരിൽ നിന്നും ഒറ്റപ്പാലം ഭാഗത്തേക്ക് വരുന്ന ബസ്സുകൾ ടൗണിൽ പ്രവേശിക്കാതെ ബൈപ്പാസ് വഴി നേരിട്ട് പോകേണ്ടതും ഒറ്റപ്പാലം ഭാഗത്തു നിന്നും ഷൊർണൂർ ഭാഗത്തേക്ക് വരുന്ന ബസ്സുകൾ SMB ജംഗ്ഷനിൽ യാത്ര അവസാനിപ്പിക്കേണ്ടതുമാണ്. ന്യൂസ് സെൻ്റർ, ഷൊർണൂർ. NSS സമുദായ ആചാര്യനും സ്ഥാപകനുമായ മന്നത്ത് പത്മനാഭൻ്റെ 56ാം ചരമവാർഷിക ദിനം NSS വറോഡ് കരയോഗത്തിൻ്റെ നേതൃത്വത്തിൽ വിവിധ പരിപാടികളോടെ ആചരിച്ചു. അനുസ്മരണ ചടങ്ങ് കരയോഗം പ്രസിഡന്റ് KP കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു. മന്നത്ത് പത്മനാഭൻ്റെ ഛായാചിത്രത്തിന് മുന്നിൽ ഭദ്രദീപം കൊളുത്തി പുഷ്പാർച്ചനയ്ക്ക് ശേഷം നടന്ന അനുസ്മരണ ചടങ്ങ് കരയോഗം പ്രസിഡന്റ് KP കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു. അതിൻ്റെ ഭാഗമായാണ് നമുക്ക് ഇന്ന് ഇന്ന് നമുക്ക് കാണുന്ന നമ്മുടെ സമുദായത്തിന് കാണുന്ന അതിൽ കൂടെ തന്നെ നമുക്ക് ഓരോ വ്യക്തികൾക്കും കാണുന്ന നമ്മുടെ ആ പ്രൗഢിത്വം, മറ്റു സമുദായങ്ങൾ നമ്മളെ അംഗീകരിക്കുന്ന അവസ്ഥ, ഇതെല്ലാം ഉണ്ടാക്കി തന്ന ആ ആചാര്യനെ സ്മരിക്കുന്ന ഒരു ദിവസമാണിന്ന്. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിലേക്ക് ഒന്ന് കണ്ണോടിക്കുമ്പോഴാണ് നമുക്ക് അദ്ദേഹത്തിൻ്റെ മഹത്വങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഒരു കാലഘട്ടത്തിലെ ഇവിടെ കൃഷ്ണകുമാർ സൂചിപ്പിച്ചതുപോലെ ഈ സമുദായം ഏതാനും കെട്ടുകളുടെ അകത്ത് പെട്ടുകിടക്കുകയായിരുന്നു. കരയോഗം വൈസ് പ്രസിഡന്റ് MV മോഹനൻ അധ്യക്ഷത വഹിച്ചു. കരയോഗം ജനറൽ സെക്രട്ടറി K സോമകുമാരൻ മുഖ്യപ്രഭാഷണം നടത്തി. മന്നത്തിൻ്റെ ജീവചരിത്രം വിശദീകരിക്കുകയും ചെയ്തു. P രാജശേഖരൻ, ശോഭ മധു, K ജ്യോതി, K ശ്രീലേഖ, T രാമചന്ദ്രൻ നായർ എന്നിവർ സംസാരിച്ചു. കരയോഗം വനിതാ സമാജം വൈസ് പ്രസിഡന്റ് K സുധ സ്വാഗതവും M ഉദയഭാനു നന്ദിയും പറഞ്ഞു. കരയോഗം വനിതാ സമാജം പ്രസിഡന്റ് A ഇന്ദുലക്ഷ്മി പ്രാർത്ഥനാഗീതം ആലപിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഷൊർണൂർ NSS കരയോഗത്തിൻ്റെ നേതൃത്വത്തിൽ സമുദായ ആചാര്യനും ഭാരതകേസരിയുമായ മന്നത്ത് പത്മനാഭൻ്റെ 56ാം ചരമവാർഷിക ദിനം കരയോഗ മന്ദിരത്തിൽ സമുചിതമായി ആചരിച്ചു. കരയോഗം സെക്രട്ടറി A വിജയൻ ഭദ്രദീപം കൊളുത്തി. ഖജാൻജി രാധാകൃഷ്ണൻ, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ M രാമചന്ദ്രൻ, E സുരേഷ് ബാബു, O ചന്ദ്രശേഖരൻ, P സേതുമാധവൻ, ഭാരതി വിജയൻ, രമ, ശിവദാസ്, K വിജയകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. മുതിർന്ന അംഗം സേതുമാധവൻ അംഗങ്ങൾക്ക് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. പാലക്കാട് സമുദായ ആചാര്യൻ മന്നത്ത് പത്മനാഭൻ്റെ 56ാം സമാധി ദിനം ആചരിച്ചു. മന്നം സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും നടന്നു. വേദമന്ത്രാലാപനം, സോപാന സംഗീതം തുടങ്ങിയവയും നടന്നു. NSS പാലക്കാട് താലൂക്ക് യൂണിയൻ്റെ നേതൃത്വത്തിലാണ് ആചരണ പരിപാടി സംഘടിപ്പിച്ചത്. യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK മേനോൻ മന്നം സ്മൃതി മണ്ഡപത്തിൽ ഭദ്രദീപം തെളിയിച്ചു. താലൂക്ക് യൂണിയൻ സെക്രട്ടറി N കൃഷ്ണകുമാർ NSS പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. വൈസ് പ്രസിഡന്റ് K ശിവാനന്ദൻ, P നടരാജൻ തുടങ്ങിയവർ സമാധി ദിനാചരണത്തിന് നേതൃത്വം നൽകി. പാലക്കാട് നഗരസഭാ ചെയർമാൻ സ്മിതേഷ്, മരുത റോഡ് പഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യ വിനീഷ്, BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് C കൃഷ്ണകുമാർ, KPCC ജനറൽ സെക്രട്ടറി KA തുളസി, നഗരസഭാ കൗൺസിലർ M പ്രശോഭ്, പൊതുപ്രവർത്തകരായ ഹരിദാസ് മച്ചിങ്ങൽ, അനുപമ പ്രശോഭ് തുടങ്ങിയവർ മന്നം സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. താലൂക്ക് യൂണിയനിലെ 92 കരയോഗങ്ങളും ഈ ആചരണം വളരെ ഭംഗിയായി തന്നെ നടക്കുകയും യൂണിയനിലെ രാവിലെ 6 മണി മുതൽ ഈ 11:45 വരെ ആചാര്യൻ നമ്മെ വിട്ടുപിരിഞ്ഞ 11:45 വരെയുള്ള സമയത്ത് വളരെ ഭക്തിപരമായി ഭഗവത്ഗീത പാരായണവും സോപാന സംഗീതവും വേദമന്ത്രാലാപനവും അതുപോലെ തന്നെ അവസാനം നമ്മുടെ വനിതാ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നടന്ന ലളിതാ സഹസ്രനാമ സ്തോത്രത്തോടുകൂടി ഈ ആചരണം പൂർത്തീകരിക്കുകയാണ്. അപ്പോൾ
ആചരണങ്ങളൊക്കെ തന്നെ നമ്മൾ ചെയ്യുന്നത് ആചാര്യനും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും ചേർന്ന് രൂപം കൊടുത്ത നായർ സർവീസ് സൊസൈറ്റി എന്ന നമ്മുടെ സംഘടനയുടെ രൂപീകരണ വേളയിൽ നമ്മൾ എടുത്ത സന്ദീപനി സാധനാലയത്തിൻ്റെ നേതൃത്വത്തിൽ വേദമന്ത്രാലാപനം, ഭഗവത്ഗീത പാരായണം, നാമസങ്കീർത്തനം എന്നിവയുമുണ്ടായി. ശോഭ വാസുദേവൻ്റെ നേതൃത്വത്തിൽ സോപാന സംഗീതാർച്ചനയും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഇനി ചരമം. പറളി കിടാവല്ലൂർ വഴുക്കപ്പാറ പരേതനായ സുബേദാർ കൃഷ്ണൻ്റെ ഭാര്യ ചന്ദ്രപ്രഭ നിര്യാതയായി. 78 വയസ്സായിരുന്നു. മക്കൾ സഞ്ജയ്, സംഗീത, സന്ദീപ്. മരുമക്കൾ സുമ, ശിവദാസ്. കോട്ടായി ചേരുങ്കാട് താഴത്തെ വീട്ടിൽ വിനോദിൻ്റെ ഭാര്യ വസന്തകുമാരി നിര്യാതയായി. 52 വയസ്സായിരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാലക്കാട് കഞ്ചിക്കോട് IIT-യിലെ വിദ്യാർത്ഥിക്ക് പരിക്കേറ്റ സംഭവത്തിൽ അന്വേഷണം ക്യാമ്പസ് കേന്ദ്രീകരിച്ച്. ഗുരുതരമായി പരിക്കേറ്റ അശ്വിനി കണ്ണൻ കോയമ്പത്തൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ. പുറത്തുനിന്ന് എത്തിയവർ ആക്രമിക്കാൻ സാധ്യതയില്ലെന്ന് പ്രാഥമിക നിഗമനം. അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിച്ചതായി ജില്ലാ പോലീസ് മേധാവി. കുളപ്പുള്ളി അന്തിമഹാകളഞ്ചേരിയുടെ പുനരുദ്ധാരണ പ്രവൃത്തികളിൽ അഴിമതിയും അപാകതയും ആരോപിച്ച് നാട്ടുകാർ രംഗത്ത്. എസ്റ്റിമേറ്റിൽ പറയുന്ന പ്രവൃത്തികളെല്ലാം നടക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടി നാട്ടുകാർ പ്രവൃത്തികൾ തടഞ്ഞു. റിവൈസ്ഡ് എസ്റ്റിമേറ്റ് തയ്യാറാക്കണമെന്നാവശ്യപ്പെട്ട് നഗരസഭ അധികൃതരെ സമീപിക്കുമെന്ന് നാട്ടുകാർ. ഇപ്പോൾ നടക്കുന്ന പ്രവൃത്തികൾ കുളത്തിന്റെ സംരക്ഷണത്തിന് ഗുണകരമാകില്ലെന്നും നിവാസികൾ. മറ്റു സംസ്ഥാനങ്ങളിലെ സർക്കാർ സ്കൂളുകൾ കൂട്ടത്തോടെ പൂട്ടിപ്പോകുമ്പോഴാണ് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം മാതൃകയാകുന്നതെന്ന് മന്ത്രി MB രാജേഷ്. കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് സർക്കാർ വിദ്യാലയങ്ങളുടെ മുഖച്ഛായ മാറ്റാനും അടിസ്ഥാന സൗകര്യ വികസനത്തിനുമായി സർക്കാർ കോടികളാണ് ചെലവഴിച്ചതെന്നും മന്ത്രി. പൊതുവിദ്യാഭ്യാസത്തിലും പൊതുജന ആരോഗ്യത്തിലും കേരളം നേടിയ നേട്ടമാണ് കേരളത്തെ ലോകോത്തരമാക്കിയതെന്നും മന്ത്രി MB രാജേഷ്. ഷൊർണൂർ ഭാരതപ്പുഴയിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തി. പുരുഷന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. കുളിക്കാനെത്തിയ യുവാക്കളാണ് മൃതദേഹം കണ്ടത്. ചെറുതുരുത്തി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.